എൻ്റെ പേര് ഒരു പല രീതിയിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ കാനഡയിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കല്ല് പോലെ അല്ലടാ. ഈ സ്ഥലം ഏതാന്ന് വെച്ചാല് വസാഗ ബീച്ച്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നമ്മളൊക്കെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും സ്ട്രോബെറി മൂക്കുകൾ കാണുന്നത് ഇങ്ങോട്ട് പോയിക്കോളൂ. ചുമന്ന് തൊടുത്തു കിട്ടോ, ഫേസൊക്കെ പോയിട്ട് ചാടി വന്നപ്പോൾ കൈയൊക്കെ വരച്ച് എൻ്റെ നന്നായിട്ട് വരച്ചു. അപ്പം നമ്മൾ താഴ്വരകളുടെ മൗണ്ടൻ വ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പയ്യെ യാത്ര ഇവിടുന്ന് തിരിക്കുകയാണ്. അപ്പോൾ അതിമനോഹരമായൊരു ദിവസമായിരുന്നു, ഒന്നും പറയണ്ട. അപ്പോൾ ഞാനവിടെ ചാടി ഇന്ന് കുറേ മഞ്ഞും കാര്യങ്ങളൊക്കെ വാരി വലിച്ചെറിഞ്ഞപ്പോൾ കൈയൊക്കെ ഭയങ്കരമായിട്ട് തണുത്തു കേട്ടോ. ഭയങ്കര പൊള്ളുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ എന്താണ്? ഫീൽസ് ലൈക്ക് -16. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് വന്നേരം. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്, റെസ്റ്റോറൻറ്റിൽ പോകണം. അതോടൊപ്പം വസാഗ ബീച്ചാണ് നോക്കുന്നത്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകണം, അതോടൊപ്പം വസാഗ ബീച്ച് ഉണ്ട്. വസാഗ ബീച്ച് വരെ ചെയ്യാം. ഇത് നമ്മൾ കാണുന്ന വീടുകളാണോ ഫുള്ള്? അല്ല, ഇത് കോട്ടേജുകളാണ്. നമുക്ക് ഈ ടൂറിസ്റ്റുകൾ നല്ല വെച്ചാൽ നമുക്ക് ടൂറിസ്റ്റുകളായിട്ട് വന്ന് താമസിക്കാൻ വേണ്ടുന്ന എനിക്ക് BlueMountain.ca എന്ന് പറഞ്ഞ സൈറ്റിൽ നമുക്കിത് ബുക്ക് ചെയ്യാനൊക്കെ പറ്റും. ആശാൻ വരുന്ന പെൻസിലൊക്കെ വെച്ച് ഇന്ന് എഴുതുക. ക്ലാംസ് ഒക്കെ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ മറ്റേ നയഗര അപ്പോൾ നമ്മൾ വിയറ്റ്നാമിൽ ഒരു റെസ്റ്റോറൻറ്റ് കയറി ലഞ്ച് കഴിക്കാൻ വേണ്ടി. അപ്പോൾ അതെൻ്റെ അഷീമയുണ്ട്, ജിബുക്കൂട്ടനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വാവയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോകുന്നത് എന്തായിരുന്നു? ഷ്രിം ടെമ്പിളും ചില്ലി സോസും തായ് സോസും. പിന്നെ തന്നെ പേര് നമ്മൾ എന്താണ്, ഷ്രിമ്പാണ്. എൻ്റെ പേര് ഒരു പല രീതിയിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ഓരോ പീസ് എടുത്തോളൂ. കഴിച്ചില്ല, കഴിച്ചോളൂ. ഓക്കെ, നല്ല ചൂടോടെ അടിപൊളി സംഭവം. ഇത് അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഇതിനായിരുന്നടാ മിക്സഡ് സീ ഫുഡ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസ്. ഓക്കെ, അപ്പോൾ മിക്സഡ് സീ ഫുഡിൻ്റെ ഇതും വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഇങ്ങനെ കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ മിക്സ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് ഓർത്തു അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് ഈ ഒരു സ്റ്റൈലിലാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമുക്ക് ബീഫ് ആൻഡ് മിക്സ്ഡ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ്. എന്തായാലും ഞങ്ങളിനി പയ്യെ കഴിക്കാൻ പോകണം. ഇനി കഴിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുറത്ത് പോകുന്നു. എത്രയും പെട്ടെന്ന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇനി അത് കഴിഞ്ഞുള്ള പരിപാടിയുള്ളൂ. അങ്ങനെ ഇത് മാത്രം കാണിച്ച് നിങ്ങളെ ഞങ്ങൾ നിരാശപ്പെടുത്തുന്നില്ല. ഫുള്ള് തീർന്നു കേട്ടോ, അടിച്ച് തീർത്തില്ല കൂടെ. അപ്പോൾ നമ്മൾ അത് നമ്മൾ രണ്ടൊരു ജ്യൂസ് മേടിച്ചിരുന്നു. പാഷൻ ഫ്രൂട്ട് ജ്യൂസാണ്. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്, കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടോ നീ കുടിച്ചിട്ടെങ്ങനെ തോന്നുന്നു? ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് സൂപ്പറായിരുന്നു. നമ്മുടെ ഫ്രൈഡ് റൈസും ഞങ്ങൾ ആക്ച്വലി ഫ്രൈഡ് റൈസ് ബീഫ് ആൻഡ് മിക്സ്ഡ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്. അപ്പം ഗ്രേവി സെപ്പറേറ്റ് ഓർഡർ ചെയ്യാൻ പറഞ്ഞു ചെന്നപ്പം അവർ പറഞ്ഞു അങ്ങനെ ഗ്രേവി സെപ്പറേറ്റ് ഇല്ല. അങ്ങനെ അപ്പോൾ നമുക്ക് ഗ്രേവി ആയിട്ട് അവർ തന്നു. ഇങ്ങനെ ഒരു ബൗളിൽ ഗ്രേവി സംഭവം സെറ്റ് ചെയ്തിരുന്നു, റൈസും തന്നു. അത്യാവശ്യം 2 പോർഷൻ ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല കറക്റ്റ് ആയിരുന്നു. അങ്ങനെ നമുക്കൊരു പാഷൻ ഫ്രൂട്ട് ജ്യൂസും ഉണ്ടായിരുന്നു. സംഭവമൊക്കെ അടിപൊളി. ഇനി ഞങ്ങൾ പൈസയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ യാത്രകൾ ഇനി അടുത്ത് നമ്മൾ അങ്ങോട്ട് പോകണേ, വസാഗ ബീച്ച് നോക്കാം. വസാഗ ബീച്ച്. അപ്പം ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് വസാഗ ബീച്ചിൽ പോകുന്നു. അവിടെ പോയിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ സമാധാനമായി. അങ്ങനെ വലിയ തണുപ്പ് ഇപ്പോൾ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കുറേ നേരം ഇല്ലാതിരുന്നോട്ടോ. നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ് പോലെ ചൈനീസ് ക്യൂസീനായിരുന്നു കേട്ടോ. അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടീനെ കണ്ടുപിടിക്കണം.
അല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ വസാക ബീച്ചിൻ്റെ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു റിവറൊക്കെ പാസ് ചെയ്ത് ഇങ്ങനെ പോവാണ് ബീച്ചിലോട്ട്. ഏകദേശം ഇനി എത്ര മിനിറ്റ് കൊണ്ടുണ്ടോ? ഒരു 6 മിനിറ്റ് അല്ലേ? ഒരു 6 മിനിറ്റ് കൂടെ ഉള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ വീണിട്ടുണ്ട് ഇന്ന്. അതിൻ്റെ ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കണ്ടോ, ആ വീടിൻ്റെ ഒക്കെ അവിടെ നോക്കി എന്താ രസം. വാവ്. അപ്പോൾ നമ്മൾ വസാക ബീച്ചിൻ്റെ അടുത്ത് എത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇവിടെ പാർക്കിംഗ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ചകൾ കാണിക്കാം. ഹോൾ ഡേ പാർക്കിംഗ്. സ്നോ കാരണം ക്ലോസ്ഡ് ആണോ? അപ്പോൾ ഇവിടെ വണ്ടി ഇടാൻ പറ്റുമോ? ഇല്ല, ഇവിടെ അപ്പുറത്തൂടെ ഒക്കെ വണ്ടി പോകുന്നു. നമ്മൾ അങ്ങ് അകലായിട്ട് അവിടെ കാണുന്നതാണ് ബീച്ച്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. പക്ഷെ അത് നമുക്ക് അവിടെ എതിലേ പോകേണ്ടതെന്ന് ഇവിടെ കാണാൻ പറ്റത്തില്ലല്ലോ. പാർക്കിംഗ് ഫ്ലാറ്റ് റേറ്റ് അവിടെ വരെ നോക്കാം. അവിടെ ഒരു ഓപ്പണിംഗ് വെച്ചിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ അതിമനോഹര ഒരു കാഴ്ച കാണിക്കണോ? അടിപൊളി, നല്ല രസമുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ സ്ഥലം ഏതാന്ന് വെച്ചാൽ വസാക ബീച്ച്. യെസ്, പക്ഷികൾ നോക്കി. അടിപൊളിയാണ് പറയണ്ട. ആശാൻ ഇവിടെ കമ്പും കോലൊക്കെ ആയിട്ട് കൂട്ട് എന്തോ കുത്തിക്കളയും. ഇതാണ് ഇവിടുത്തെയൊക്കെ ലൈഫിൻ്റെ പരിപാടികൾ. ഇതോ എല്ലാത്തിലും മഞ്ഞൊക്കെ കുത്തിക്കളയുവാണ്. കല്ല് പോലെ അല്ലടാ, ഭയങ്കരമായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മളിപ്പോൾ വസാക ബീച്ചിൻ്റെ അവിടെയാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതൊക്കെ ഒരു ഈ കിളികൾ കണ്ടോ, ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. എടി കയ്യിലെ ഗ്ലൗസ് ഒക്കെ എടുത്തിട്ടോ? അടിപൊളിയില്ലേ ഈ കിളിക്ക് എന്നാ പറയുന്നത്? ആ കിളിക്ക് എന്നാ? സീകൾ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ആണോ, ഒരു രക്ഷയില്ല മക്കളെ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ. നമുക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം ബ്ലോക്ക് ചെയ്തു. കാരണം സ്നോ വീണുകൊണ്ട് ഇവിടെ എല്ലായിടത്തും പോകാൻ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ പോകുമ്പോൾ നമുക്കിങ്ങനെ കണ്ടുപോകാം. ആ ഒരു രക്ഷയുള്ളൂ കേട്ടോ. അവിടെ ബീച്ചാണ്. ഇവിടെ ഇങ്ങനെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. യെസ്, അതെ വസാക. എടാ നമ്മൾ വേറെ എവിടെയോ വസാക ഇങ്ങനെ ഒരു വലിയ നിങ്ങൾ കണ്ടായിരുന്നോ? അപ്പുറത്ത് ലൈൻ ഉണ്ടോ? യെസ്, അങ്ങോട്ട് നോക്കിയേ. ഒരു ഭയങ്കര രസം കേട്ടോ. ഇവിടെ എല്ലായിടും ഇതെല്ലാം മഞ്ഞ് ഇങ്ങനെ വീണിട്ട് ആ മഞ്ഞ ആ ബീച്ചിൽ മണലിൻ്റെ മണ്ടയിൽ കിടക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങൾ ഉണ്ട്. പിന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരുപാട് സംഭവങ്ങൾ, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ പയ്യെ അവിടെ പോവാണ്. അവിടെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നു. എന്നിട്ട് പയ്യെ തിരിച്ചു പോകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ദ ബീച്ച് ബാർ ആൻഡ് ഗ്രിൽ എന്നുള്ള സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിട്ട് ഇവിടുന്ന് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് പോകുന്നതൊക്കെ തന്നെ കാര്യങ്ങൾ. ആഹാ,
വസാക ബീച്ചിലാണ്. അടിപൊളി അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ്. ഓ എന്തായാലും ഒന്നും പറയണ്ട കേട്ടോ, അതിമനോഹരമാണ് ഈ കാഴ്ച ഇവിടെ എന്ന് പറയാൻ. അകലെ അകലെ തിരിച്ചു പോകാനുള്ള പരിപാടി നോക്കുന്നുണ്ട്. ഓക്കെ, എല്ലാം മഞ്ഞൊക്കെ കാരണം അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുക. നമ്മളെ പോലെ ഇവിടെ ഇന്ത്യയിൽ വരുന്നവരുണ്ട്. പക്ഷെ നൈസാണ്. അതിന്റെ ഫ്രണ്ട് കൂടെ സ്നോ ഇല്ലേ? അവരുണ്ട് അവിടെ നിൽക്കുന്നത്. അതിന്റെ അകത്തൂടെ ഇറങ്ങി പോകും. പക്ഷെ ഇതിനകത്തൂടെ പോകണമെങ്കിൽ കാലിനകത്തൂടെ മൊത്തം സ്നേഹം. നന്നായിട്ട് ഇവിടെ അങ്ങ് അകലായിട്ട് കൊണ്ട് ഒരു മല പോലെ നമ്മൾ. അതാ നമ്മൾ അറിഞ്ഞത്. അത് ബ്ലൂ മൗണ്ടൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. തോന്നുന്നു. ആന്ന് തോന്നുന്നു. അത് ബ്ലൂ കാരണം മൗണ്ടൻ ആ. വസാക ബീച്ചിന്റെ അവിടെ കുറച്ചേ ഉള്ളൂ, 20 കിലോമീറ്റർ. ആ. അപ്പൊ നമ്മള് വസാക ബീച്ചിന്റെ ഇവിടുന്ന് തിരിച്ച് നമ്മൾ പയ്യെ പോകണം. ബീച്ചിന്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങ് അകലെ കാണുന്ന ആ മലയാണെന്ന് തോന്നുന്നു അല്ലേ, നമ്മുടെ ബ്ലൂ മൗണ്ടൻ. അപ്പോൾ എന്തായാലും അടിപൊളി. നമ്മളിനി പയ്യെ തിരിച്ചുള്ള യാത്രയിലാണ്. അയ്യോ, രസമുണ്ട് കേട്ടോ. ഇതെനിക്ക് സമ്മറി വന്ന നല്ല രസമുള്ള ഒരു സമ്മറി വസാക നൈസാന്ന് പറഞ്ഞു. വാ, ഞങ്ങളിപ്പോൾ ജസ്റ്റ് വന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് നിർത്തിയേ. ഓഹ്, എന്താ രസം എന്നുണ്ടല്ലോ, ഒന്നും പറയണ്ട. ആ ട്രീയിലോട്ടുള്ള മഞ്ഞൊക്കെ വീണുണ്ട്, ആ ബ്രാഞ്ചിലൊക്കെ ഇങ്ങനെ മഞ്ഞിരിക്കുന്നതിനെ കണ്ടോ, എന്താ രസം. കുഴപ്പമില്ല, ചെറുതായിട്ട് മഞ്ഞേ ഉള്ളൂ. എടി അവിടെ അപ്പുറത്തൂടെ ഇറങ്ങി, ഇപ്പുറത്തൂടെ ഇറങ്ങി. ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ കാല് കാണുമോ മൊത്തം? ഇതേ ഇതുകൊണ്ടാടാ അത്യാവശ്യം നന്നായിട്ട് കാല് കാണുന്നു എൻ്റെ. ഇതിലേ ഇറങ്ങി പോയേ. അപ്പുറത്തൂടെ ഇറങ്ങിയാൽ ഭയങ്കര സീനാ. അപ്പുറത്തൂടെ ഇറങ്ങി. എടാ അവിടെ നിനക്ക് മറ്റേത് എടാ മറ്റുണ്ടോ, മഞ്ഞ് കോരി കളയുന്ന സാധനം ഉണ്ടോ? ശവലോ? ആ, ശവല്. അതുകൊണ്ടായിരുന്നു നമ്മൾ ഇച്ചിരി മാറ്റി വെച്ചായിരുന്നില്ല, ഇറങ്ങി വരായിരുന്നു. ഇറങ്ങാൻ പറ്റുന്നില്ല വണ്ടിക്ക്. അതൊന്നും അയ്യോ, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഇപ്പോൾ 401 ഹൈവേ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കട്ട തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് എനിക്ക് ഒന്നും പറയണ്ട. വണ്ടികളുടെ ഒരു ഘോഷയാത്ര തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ യാത്രയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങളിനി അടുത്ത ഒരു ടിം ഹോട്ടൽ തപ്പിയുള്ള യാത്രയിലാണ്. ഒരു ചായയൊക്കെ കുടിച്ച് ഇച്ചിരി നല്ല അടിപൊളിയായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ജിമ്മിലൊക്കെ വന്നു, ഒരു ചായയൊക്കെ കുടിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഏകദേശം സമയം ഇപ്പോൾ എത്രയായി? ഒരു 7 മണിയായിട്ടോ. സമയം 7 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇവിടെയാണോ നമ്മളിപ്പോൾ ഇവിടെ ടൊറൻ്റോ? അപ്പോൾ
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റൽ പിന്നെ ബാരി അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഹാമിൽട്ടൻ്റെ ഹൃദയ ഭാഗത്ത് എത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞ അടിപൊളി സൂപ്പർ കിടുക്കാച്ചി ആയിരുന്നു അല്ലേടി? എടി എങ്ങനെ ഉണ്ടായിരുന്നു എടി യാത്രയൊക്കെ സംഭവം? എടി എങ്ങനെ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു. എടാ എങ്ങനെയുണ്ടായിരുന്നു? വണ്ടിക്കകത്ത് തലയിലൊക്കെ ഇട്ടിട്ടിരിക്കുക. തണുപ്പാണ് കേട്ടോ, പുറത്ത് ഭയങ്കര നമ്മളിപ്പോൾ -6 അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലെത്തി പോയിരിക്കും കേട്ടോ. നമ്മൾ എവിടെ നിന്നാണോ രാവിലെ പോയത് അവിടെ നമ്മൾ തിരിച്ചെത്തി. അപ്പൊ ജീവക്കൂടാ ശരി, ഓക്കെ. നമ്മൾ അടുത്ത വീഡിയോ കാണാം. അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ കാണാം, അടുത്ത പ്ലേസിൽ കാണാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി പോയിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലെത്തി ഞങ്ങൾ ഇന്നെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇവിടെ വീട്ടിലോട്ട് കയറി പോകും, ഞാൻ വീട്ടിലോട്ട് പോകും അല്ലേ. അപ്പോൾ എന്താണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഡിറ്റർജന്റ് ടീംസ്.